Hi dears, welcome back to Foodie Malayalam. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ എങ്ങനെ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാം നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ ആണ്. 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവയെല്ലാം ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ശേഷം ചിക്കൻ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ എല്ലാം ഇട്ട് നല്ലവണ്ണം ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നല്ലവണ്ണം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ആ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണയിലേക്ക് 1 സവാള കട്ട് ചെയ്തതും 1 തക്കാളിയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം. പിന്നെ അതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ഏലക്ക ചതച്ചത്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, അരിഞ്ഞു വെച്ച കറിവേപ്പിലയും മല്ലിയിലയും അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ വെന്ത് കിട്ടൊന്നും വേണ്ട. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് വേണ്ടത് മയോണൈസ് ആണ്. മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണം. ഇതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സാൻഡ്വിച്ചിൻ്റെ ബ്രെഡാണ്. ആ ബ്രെഡിലേക്ക് മയോണൈസ് ഒന്ന് തേച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് വെച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകളെല്ലാം നിരത്തി കൊടുക്കണം. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും നിങ്ങൾക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ. ക്യാരറ്റോ അതുപോലെ കാബേജ് എന്നിവയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇതിലേക്ക് ടൊമാറ്റോ സോസാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ പാനിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഒന്ന് ഫ്രൈ പാനിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. 5 മിനിറ്റ് സമയം വരെ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.